പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് ചെറുപയർ. മുളപ്പിച്ചുപയോഗിച്ചാൽ ചെറുപയറിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കുമെന്നും നമുക്കറിയാം. പ്രോട്ടീനുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മുളപ്പിച്ച ചെറുപയർ. നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും വിറ്റാമിൻ സിയുടെയും അളവ് വർദ്ധിപ്പിക്കാൻ ചെറുപയറിന് കഴിവുണ്ട്. മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചുകൊണ്ട് തോരൻ എങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കിയതെന്ന് നോക്കാം. അതിനായി മുളപ്പിച്ച ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളം മാർന്ന് കളഞ്ഞ് വീണ്ടും ഒരു ദിവസം കൂടി വെച്ചിട്ടുള്ളതാണ്. ചെറുപയറിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് മുള വരുന്നത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടിയാണ്. മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നാൽ പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയും പയറും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയെല്ലാം നമ്മുടെ പയറിലൊന്ന് പിടിച്ചു വരട്ടെ. മസാലയെല്ലാം നന്നായി പയറുമായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുളപ്പിച്ച പയറിന് ഒരുപാട് സമയമൊന്നും വേണ്ട വെന്ത് വരാനായിട്ട്. ഒരു 6-7 മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്ക് ഇരട്ടി പോഷകഗുണമാണുള്ളത്. ചെറുപയർ, വൻപയർ, കടല തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചുപയോഗിച്ചാൽ പോഷകഗുണം ഇരട്ടിയിലധികമാകും. മാത്രമല്ല പ്രോട്ടീനുകളുടെയും വിറ്റാമിനുകളുടെയും ഒക്കെ കലവറയായ മുളപ്പിച്ച പയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഞാനിവിടെ പയർ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തോരന് ടേസ്റ്റ് കൂടാൻ സഹായിക്കുന്നു. പയറും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയും പയറുമെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുളപ്പിച്ച പയർ തോരനാണ് നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.